സഹായം നൽകാനെന്ന വ്യാജേനെ ഒരു സ്ഥലത്തേക്ക് 90 ദിവസത്തോളമായി പട്ടിണി കിടക്കുന്ന മനുഷ്യരെ വിളിച്ചു കൊണ്ടുപോവുക. ശേഷം അവർക്ക് നേരെ ആ പ്രദേശങ്ങളിലോ പരിസരങ്ങളിലോ നിലയുറപ്പിച്ച അധിനിവേശ സേന വെടിയുതിർക്കുക. ശേഷം ആ സേനയുടെ പ്രധാനമന്ത്രി ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള തങ്ങളുടെ ശ്രമമായിരുന്നെന്നും അത് നടപ്പാക്കിയെന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയുക. വെടിയേറ്റ് വീണ ജനത ഏതാണെന്നും സന്തോഷം പ്രകടിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഏതാണെന്നും നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. പലസ്തീനിലെ മനുഷ്യർ വെടിയേറ്റ് വീഴുമ്പോൾ ചിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേര് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ്. 11 ആഴ്ചത്തെ ഉപരോധത്തിന് ശേഷം പരിമിതമായ അളവിൽ ഗസയിലെ മനുഷ്യർക്ക് സഹായം എത്തിച്ചു നൽകുന്നതിനിടെയാണ് ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിവെപ്പുണ്ടായത്. കുറഞ്ഞത് 3 പലസ്തീനികൾ കൊല്ലപ്പെട്ടു, 46 പേർക്ക് പരുക്കേറ്റു, 7 പേരെ കാണാതാവുകയും ചെയ്തതായി ഗസയിലെ അധികൃതർ അറിയിക്കുന്നു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പിന്തുണയുള്ള ഒരു വിവാദ സംഘടന സ്ഥാപിച്ച സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിയ ജനക്കൂട്ടത്തിന് നേരെയാണ് ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തത്. ചൊവ്വാഴ്ച തെക്കൻ നഗരമായ റഫേലാണ് ഹൃദയഭേദകമായ ഈ സംഭവം അരങ്ങേറിയത്.